പരിഹാരം ഇസ്ലാമാണെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ച മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിനെയും സ്മരിക്കപ്പെടേണ്ട ഒരു ദിനം കൂടിയാണ് ആഗസ്റ്റ് 15 എന്നത്. അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ വർഗീയത തുപ്പുന്നവർ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ് വക്കം അബ്ദുൽ ഖാദർ എന്ന സ്വാതന്ത്ര്യ സേനാധിയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റിയപ്പോൾ അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഇന്ന് മതത്തിന്റെ പേരില് വർഗീയത തുപ്പുന്ന കാബാലികം ആദർശത്തിന്റെ കാബാലികന്മാരെ മനസ്സിലാക്കണം, വർഗീയത തുപ്പുന്ന കാബാലികന്മാര് മനസ്സിലാക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ വക്കം അബ്ദുൽ ഖാദർ പറഞ്ഞത് എന്താണെന്നറിയുമോ? എന്റെ പ്രിയ സുഹൃത്തായ അനന്തൻ നായരെയും എന്നെയും ഒരുമിച്ച് തൂക്കിലേറ്റണമെന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറിനെയും സ്മരിക്കപ്പെടേണ്ട ഒരു പൊന്നുസുദിനമാണ് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഈ ആഗസ്റ്റ് 15 എന്നത്. നാം മനസ്സിലാക്കണം, ഇങ്ങനെ അനേകം മഹത്തുക്കൾ ഈ രാജ്യത്തിന് വേണ്ടി ഷഹീദായപ്പോൾ ഫാസിസ്റ്റ് അധികാര ശക്തികൾ ഇതെല്ലാം മറയ്ക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ശരിയായ രീതിയിൽ ഈ ചരിത്രങ്ങൾ പഠിച്ച് പ്രചരിപ്പിക്കൽ. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് മറന്നു പോകല്ലേ മുസ്ലിം സമുദായമേ. അതുപോലെ തന്നെ നാം മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന. അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയാണ്. 31 ഭാഗമാണ് ഏറ്റവും പ്രാധാന്യം. നാം മനസ്സിലാക്കണം, അതിലെ 25 മുതൽ 30 വരെയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകൾ മതസ്വാതന്ത്ര്യത്തെ പറ്റിയും മത ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങളെ സംബന്ധിച്ചുമുള്ളതാണെന്ന്, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിൻ്റെ അകത്ത് പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ നിയമത്തിൽ അതിന് പറയുന്നുണ്ട്, അതിന് സ്വാതന്ത്ര്യമുണ്ട് ഓരോ പൗരന്മാർക്കും ഇന്ത്യയിലെ. എന്നാൽ ഇന്നിവിടെ അതിന് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യം പാടെ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കഴിഞ്ഞുകൂടുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറുന്നു എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ചില ഫാസിസ്റ്റ് ഭരണകൂടം മൂലം നാം ചിന്തിക്കണം. വെള്ളാപ്പള്ളി നടേശനെ പോലെ PC ജോർജിനെ പോലെയുള്ളവർ വർഗീയത പറയുമ്പോൾ തന്റെ രോമത്തിന് പോലും ഒന്ന് സംഭവിക്കുകയില്ല എന്ന തോന്നൽ പലപ്പോഴും ഒരു വിഭാഗം ആളുകൾക്ക് ഈ രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ മാനത്തിന് പോലും വില കൽപ്പിക്കാതെ മണിപ്പൂരിലെ പാവപ്പെട്ട കുങ്കി സ്ത്രീകളെ ഉപദ്രവിക്കുമ്പോൾ ഈ രാജ്യത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അതുപോലെ തന്നെ 18, 19, 20 വർഷത്തോളം പൊന്നുകാത്ത പോലെ മക്കളെ വളർത്തി വലുതാക്കി 2 കാലിൽ നിൽക്കേണ്ട പ്രായമാകുമ്പോൾ, ആ സമയമെത്തുമ്പോൾ ഇന്നലെ വന്ന കണ്ടവന്റെ കൂടെ പോകുമ്പോൾ അവർക്ക് അനുകൂലമായി നിയമങ്ങൾ പോലും പുറപ്പെടുമ്പോൾ സ്വന്തം മക്കളിലുള്ള സ്വാതന്ത്ര്യം മാതാപിതാക്കൾക്ക് നിഷേധിക്കപ്പെട്ടോ എന്ന് പോലും ചില സമയത്ത് തോന്നിപ്പോകാറുണ്ട്. നാം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഈ സ്വാതന്ത്ര്യ ദിനത്തില് ആഗസ്റ്റ് 15 ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ സന്ദേശമായി